ഹലോ നമസ്കാരം. എന്നെ കുറേ നാളായി കാണാണ്ടിരുന്നിട്ട് ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചാ, ഒന്ന് മിസ് ചെയ്തൊന്ന് പറഞ്ഞാ? ഇല്ലല്ലോ. അതാണ് സ്നേഹം, എനിക്കറിയാതെ. അപ്പോൾ ഞാൻ അധികം കത്തി വെച്ച് കൊല്ലുന്നില്ല. നമുക്ക് നേരെ തന്നെ കറിയിലോട്ട് കടക്കാം. ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മുട്ടക്കറി തന്നെ, പക്ഷെ എൻ്റെ വെർഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊട്ട് സമയം കളയേണ്ട, വേഗം തന്നെ പോയി മുട്ടക്കറി ഉണ്ടാക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ. മുട്ടക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണത്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഹാഫായിട്ട് മുറിച്ചിട്ടിടാം. ഞാനത് ചെയ്യാറില്ല സാധാരണ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലത്തെ മഞ്ഞക്കരു കറിയിലോട്ട് അങ്ങ് സൈപ്പോവും. ഞാൻ ഇങ്ങനെയാണ് ഹോളായിട്ട് എപ്പോഴും ചെയ്യാറ്. 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നീളത്തിൽ അരിഞ്ഞാലും മതി. 4 പച്ചമുളക് അരിഞ്ഞത്, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, നല്ല മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകത്തിന്റെ പൊടി 2 നുള്ള്, ഗരം മസാലയുടെ പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പേസ്റ്റ് ആക്കാം. 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 3 തണ്ട്, 2 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, 225 ml കപ്പിൽ 3/4 അരയായാലും മതി. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് ഇപ്പൊ കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറവ് ഒഴിച്ചാൽ മതിയാവും. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ആദ്യം കറിവേപ്പില ഇടാറുണ്ട് വെളിച്ചെണ്ണയിൽ, ആദ്യത്തെ സ്റ്റെപ്പായിട്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സവാളയെ കൂടെ സാധാരണ ഇടാറ്, പക്ഷെ അപ്പൊ കൂടുതൽ സമയം എടുക്കും ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറാൻ. അപ്പൊ ഇങ്ങനെ ആദ്യം തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ പച്ചമണം മാറി നല്ല മണം വരും. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ മുമ്പ് ഫ്രീസറിൽ എടുത്ത് വെക്കും. അതിനുശേഷം കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് അധികം വെള്ളം വരില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിന് ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മുട്ടക്കറി ഇപ്പൊ നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം. റോസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കും, ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വറുത്തരച്ചുണ്ടാക്കാം, നാളികേരപ്പാൽ ചേർത്തുണ്ടാക്കാം. ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നാളികേരപ്പാൽ ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നാളികേരപ്പാൽ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നാളികേരപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണം. നാളികേരപ്പാൽ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ കളർ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് പകുതി മുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം ഉപ്പും ചേർത്തതിന് ശേഷം ഇത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ വഴറ്റണം. ഇനി കുറച്ച് സമയം എടുക്കും. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സമയം എടുക്കുന്നത് സവാള വഴറ്റാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ. നിങ്ങൾ ആലോചിക്കുന്നതിന് ഇത്ര സവാള ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗ്രേവി ഒട്ടും ഉണ്ടാവില്ല. ഇവിടെ ഒരുപാട് ഗ്രേവി വേണ്ടതാണ്. വെള്ളം പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ 3 സവാള എടുത്താലും മതി. അതിന്റെ വെള്ളത്തിന്റെ അളവ് കൂട്ടിയാൽ മതി. നന്നായി കിടന്ന് വഴലട്ടെ കേട്ടോ. നമ്മളെ സവാള നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലോട്ട് തീ കുറച്ചതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കണം. തീ കൂട്ടിയിട്ട് പൊടികൾ ഇടരുത്, ഇട്ടപ്പോൾ തന്നെ കരിഞ്ഞു പോകും പൊടികൾ. അതുകൊണ്ട് ഇത് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം പൊടികൾ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടൈപ്പ്. കളർ കിട്ടാനാണ് ഞാൻ കാശ്മീരി എടുത്തേക്കുന്നത്. ഇട്ട പൊടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി 1 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂണും, 1/4 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ കുറവ് യൂസ് ചെയ്യാറുള്ളൂ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ മതിയാവും. ഗരം മസാലയിൽ നമ്മൾ പെരുംജീരകം ഉണ്ട്, എന്നാൽ പോലും ഞാൻ കുറച്ചും കൂടെ പെരുംജീരകം ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട് എപ്പോഴും. ഈ 2 നുള്ള് പെരുംജീരകത്തിന്റെ പൊടി. ഗരം മസാലപ്പൊടി ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഹോൾ സ്പൈസസ് ആഡ് ചെയ്താലും മതി. പക്ഷെ ഞാൻ ചെയ്യാറില്ല, കാരണം പിള്ളേർ കഴിക്കുമ്പോൾ അത് കടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ബഹളം ഉണ്ടാക്കുന്ന കാരണം ഞാൻ എപ്പോഴും പൊടി മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കറി ടേസ്റ്റ് ഉണ്ടാവില്ല, പച്ചക്കുത്ത് വരും. അതുകൊണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഇത് വഴറ്റാം. എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചിടാം. ഇതിലിപ്പോൾ വെളിച്ചെണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്.
അത് നിർബന്ധമില്ല. കാരണം എന്നാലേ ഇത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ. നാടൻ മുട്ടക്കറി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. ഇപ്പൊ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അതറിയാനൊന്ന് മണപ്പിച്ച് നോക്കിയാൽ മതി. പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് തക്കാളിയുടെ പുളി അനുസരിച്ച് അളവിൽ മാറ്റം വരും. ഇപ്പം ഞാൻ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണത്. പിന്നെ ഇത് നന്നായി കിടന്ന് വെന്ത് ഉടഞ്ഞ് ഇതിന്ന് വെളിച്ചെണ്ണ പുറത്തോട്ട് വരുന്ന വരെ നമ്മളിത് വഴറ്റണം. ഒന്ന് അടച്ചു വെച്ചാൽ മതി കുറച്ച് നേരം. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കും. ഇപ്പൊ നോൺ സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൽ അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും. അപ്പൊ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിലിപ്പോൾ അടി പിടിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് അടച്ചു വെച്ചിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തുറന്ന് നോക്കാം. ഒന്നും കൂടെ ആവാനുണ്ട്. ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ചു വെക്കണമെന്നില്ല. ഇതിൽ കിടന്ന് ശരിക്കും തക്കാളി ഇതിലേക്ക് അലിഞ്ഞ് ചേർത്ത് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ മേലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ശരിയായ കണക്ക്. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്കാവണം. സാധാരണ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ സവാളയൊക്കെ വഴണ്ടതിന് ശേഷം തക്കാളി ഇട്ടിട്ട് അതിന് ശേഷം പൊടികൾ ഇടുന്നത്. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷെ എനിക്കെന്തോ മസാലകളൊന്നും ഇങ്ങനെ പച്ചമണം മാറാത്ത പോലെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കാറുള്ളൂ. അപ്പോൾ അതിന് ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ നാളികേരപ്പാലിന് പകരമായിട്ട് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നാളികേരപ്പാൽ ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യും പോകും. അപ്പോൾ അത് ചേർക്കാം. അല്ലെങ്കിൽ ചിലർ ഫ്രഷ് ക്രീം ചേർക്കാറുണ്ട്. അപ്പം ഞാൻ സാധാരണ നാളികേരപ്പാൽ തന്നെ ഒഴിക്കാറ്. അത് നമ്മുടെ വാങ്ങിക്കുന്ന നാളികേരപ്പാലല്ല, പൊടിയല്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള അതിൽ നിന്ന് എടുക്കുന്ന നാളികേരപ്പാലാണ് ഞാൻ എപ്പോഴും ചേർക്കാറ്. കാരണം ഈ ടിന്നിൽ വരുന്ന നാളികേരപ്പാലിന് നമ്മളുടെ നാടൻ ടേസ്റ്റ് കിട്ടില്ല. അതിന് വേറൊരു സ്മെല്ലാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് മുട്ടക്കറിക്ക് കിട്ടില്ല. ഏകദേശം നമ്മുടെ ഗ്രേവി ശരിയായിട്ടുണ്ട്. ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാറുള്ളൂ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുക്കാവണം. നമ്മുടെ മുട്ട ഇട്ടിട്ട് കിടന്ന് വറ്റി മുട്ടയിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എരിവെല്ലാം ഉണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 നുള്ളി പഞ്ചസാര ഇടാറുണ്ട് മുട്ടക്കറിയിൽ. അതുവരെ ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല പഞ്ചസാരയുടെ കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അമ്മമാരെയൊക്കെ എന്നെ തല്ലും ഇത് കേട്ട് കഴിഞ്ഞാൽ. അവൾ കൊണ്ടുവരുള്ളൊരു പഞ്ചസാര ഉണ്ടെന്ന് പറയും. പക്ഷെ അത് പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റണം. ഗ്രേവി ഒന്ന് ടൈറ്റ് ആവണം. അതുവരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ നാവാനുണ്ട്. ഇപ്പോൾ കടലക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറച്ചധികം സമയം തിളപ്പിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ഷമയാണ് മക്കളെ പ്രധാനം. ഇതാ നമ്മുടെ കറി ഏകദേശം തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നാളികേരപ്പാൽ ഒഴിക്കാം. നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. നാളികേരപ്പാൽ വേണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ നാളികേരപ്പാൽ ഒഴിക്കുന്നത്. ഇപ്പോൾ ഇത് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് വരട്ടി എടുത്താൽ മതി, റോസ്റ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ മുട്ടക്കറി എന്നേ പറയുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാൽ പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് അതൊക്കെ ഇളക്കി കൊടുക്കുക. ഇത് ഓഫ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഞെരടി വെച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പകുതി പച്ചമുളക് ഇട്ടുണ്ടായിരുന്നുള്ളൂ. പച്ചമുളക് ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കും. പച്ചമുളകിൻ്റെ മണവും കറിവേപ്പിലയും വെളിച്ചെണ്ണയുടെയും നല്ല മണമൊക്കെ ആയിട്ട് ഇതൊന്ന് 10 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന് മുന്നായിട്ട് ഇതിലെല്ലാം ഉണ്ട്, നല്ല കറിയായിട്ട്. അപ്പം ഇതിലിപ്പോൾ ഇവിടെ ലൈറ്റ് കാരണം ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഞാനത് ചൂടാറിയതിന് ശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതൊന്ന് അടച്ചു വെക്കട്ടെ. ഇതാ മുട്ടക്കറി തണുത്തു. ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി. അപ്പോൾ അപ്പം മുട്ടക്കറിയും കഴിക്കാൻ പോവാണ്. തണുത്തപ്പോൾ കണ്ട കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയത് കണ്ടില്ലേ മുട്ടക്കറിയുടെ. നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുന്ന കാരണമാണ് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നാളികേരപ്പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ അപ്പത്തിൻ്റെ കൂടെ നാളികേരപ്പാൽ ഒഴിച്ച മുട്ടക്കറിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.